ബിജെപി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രി പദമെന്ന മോഹന വാഗ്ദാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ന്യൂസ് 18നോട്. മണ്ഡലത്തിൽ ഇത്തവണയും ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥി കൂടിയായ സിറ്റിംഗ് MP അടൂർ പ്രകാശ് ന്യൂസ് 18നോടൊപ്പം ചേർന്നു. ശ്രീ അടൂർ പ്രകാശ്, ഒരു ശക്തമായ ത്രികോണ മത്സരം ആറ്റിങ്ങലിൽ നടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സിറ്റിംഗ് MP കൂടിയാണ് താങ്കൾ. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ പോരാട്ടം? ശക്തമായ പോരാട്ടം എന്ന് ഇപ്പം നിങ്ങൾ പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും അത് തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ ശക്തിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾ മത്സരിക്കുമ്പോൾ അതൊരു ത്രികോണ മത്സരമാണ്. ആ മത്സരം ഇപ്പോഴും നടക്കുന്നു. അതിലപ്പുറം വേറെ ഒന്നും ഞാനിതിനെ കാണുന്നില്ല. അല്ല, അവിടെ BJP പറയുന്നത് V മുരളീധരനാണ് ജയിക്കുന്നതെങ്കിൽ അവിടെ നിന്നൊരു ആറ്റിങ്ങൽ ഒരു കേന്ദ്രമന്ത്രി എന്നാണ്. ഇത് ഒരുപാടെടുത്ത് പറയാറില്ലേ? ഇപ്പൊ ആറ്റിങ്ങക്കാർക്ക് മന്ത്രി, തൃശൂർക്കാർക്ക് മന്ത്രി. ഇപ്പൊ എത്ര സ്ഥലങ്ങളിൽ എത്ര ജില്ലകളിൽ ഇവർ ഈ വാഗ്ദാനം കൊടുക്കും? ആറ്റിങ്ങക്കാർക്ക് മന്ത്രി എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി തന്നെ വന്ന് തൃശൂരിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാനത് ഉറപ്പിച്ച് പറയുന്നില്ല. എങ്കിലും എനിക്ക് അവിടെ ചെന്നപ്പോൾ, തൃശൂരിൽ എത്തിയപ്പോൾ എനിക്ക് പുറത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് തൃശൂർക്കാർക്കൊരു മന്ത്രി എന്നുള്ള നിലയിലാണ് അവിടെയും പ്രചരണം. ഇതൊരു മോഹന വാഗ്ദാനം മാത്രമാണെന്നാണോ? ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മോഹന വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ അപ്പുറം ഇതിനെ ഞാൻ കാണുന്നില്ല. ഈ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ച് താങ്കൾക്ക് എന്താണ്? ഈ 20 മണ്ഡലങ്ങളിലും ഒരു ജയപ്രതീക്ഷയിലേക്ക് എത്താൻ ഈ സ്ഥാനാർത്ഥി പട്ടിക കഴിയുമോ കോൺഗ്രസ്? തീർച്ചയായിട്ടും കോൺഗ്രസ് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. അതിൽ മറ്റ് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളില്ല. അപ്പൊ ആ അഭിപ്രായ ഭിന്നതകളില്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് എന്ന് തന്നെ എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി ചോദിക്കുന്നു. KPCC അധ്യക്ഷനും മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് മത്സരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? എന്താണ് താങ്കളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അക്കാര്യം? അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കണ്ണൂര് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെ ചെലവഴിക്കപ്പെടേണ്ടതായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ഇപ്പൊ ചുമതല ശ്രീ MM ഹസന് കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമയത്ത് അദ്ദേഹത്തിന് ശ്രദ്ധ അവിടേക്ക് കൂടുതൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാറിയിരിക്കുന്ന അതിനകത്തൊരു അഭിപ്രായ ഭിന്നത അതായത് അദ്ദേഹത്തിന് തിരികെ വരാമെന്നാണോ? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് തിരികെ ആ പദവിയിലേക്ക് വീണ്ടും എത്താമെന്നാണോ? ആ കാര്യങ്ങളൊന്നും ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. അത് ഞങ്ങളുടെ ഉന്നതതല സമിതിയുണ്ട്. അവരതിന് അഭിപ്രായം പറയും. ഞാനൊരു അഭിപ്രായം അക്കാര്യത്തിൽ പറയാൻ തയ്യാറാണ്. വി ജോയി ഈ സാമുദായികമായി പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ടടക്കം ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. അതിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന അദ്ദേഹം ഏത് സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിലടക്കം ആശയക്കുഴപ്പമുണ്ട് എന്ന വാർത്തകളും വരുന്നു. ഇതിൽ എന്താണ് വസ്തുത? വാസ്തവത്തിൽ ഞാനും എല്ലാ മേഖലകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാന് ഇപ്പൊ അരുവിക്കര, അതുപോലെ തന്നെ കാട്ടാക്കട, ഈ മേഖലകളിൽ ചെല്ലുന്ന അവസരങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി CSI വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പ്രചരണം. അതിന് നേതൃത്വം കൊടുക്കുന്നത് അരുവിക്കരയുടെ MLA നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നോട് ചോദിച്ചാൽ ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരാളാണ്. ഇപ്പോ ഓരോ പ്രദേശത്തിനും വേണ്ടി ഓരോ സമുദായം മാറ്റി പറയില്ല. ഓരോ പ്രദേശത്തിനും വേണ്ടി ഞാനത് സൂചിപ്പിക്കാൻ കാരണം വർക്കലയിൽ വരുന്നുണ്ട് ഈഴവനാണ്, ചിറയൻകീഴ് വരുന്നുണ്ട് ഈഴവനാണ്, അത് അരുവിക്കര പോകുന്നുണ്ട് ഞാൻ CSI ആണ്, കാട്ടാക്കട പോകുന്നുണ്ട് CSI ആണ്. ഇങ്ങനെയൊക്കെയുള്ള കള്ളപ്രചരണങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്രമാത്രം യോജിച്ചതാണ്, അവരുടെ അന്തസ്സിന് യോജിച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടത് അവർ തന്നെയാണ്. ഇത്തരത്തിലുള്ള നുണപ്രചരണം ഒരിക്കലും വില പോകില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും എല്ലാ വിജയാശംസകളും. ഓക്കെ. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.